അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശംസിക്കുന്ന നല്ല കർത്താവെ, നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ. കർത്താവെ, നിന്റെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മുൾക്കിരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ തീവ്രാലും മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരചരണങ്ങളെ ആഴപ്പെടുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുടുംബം ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കാനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്കിന്ന് മുഴുവനും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ്, ശരീരം, ആത്മാവ്, ബുദ്ധി, ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആർദ്രമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ, അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സ് മടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയും എന്തിനു വേണ്ടി നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വിഷയം, എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്ക് എപ്പോഴും എന്നെ ആകർഷമുള്ള വാക്കാണ് ദൈവം എല്ലാം വളരെ നല്ലതാണെന്ന് കണ്ടെന്ന്. അപ്പോൾ എന്തെല്ലാം മോശം കാര്യങ്ങൾ ലോകത്തുണ്ടെന്നാണ് ഓരോരുത്തർ പറയുന്നത്. ലോകം ദുരിതമാണ്. ലോകത്തെ കാണുന്ന ആൾക്കാരെ ഇപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ, ഞാൻ പണ്ട് സാഹിത്യ പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് സാഹിത്യത്തിനോട് വെച്ചാൽ ഇവർ പലരും ഒരു എന്താണ്, അതായത് പലരും ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരാണ്. പോസിറ്റീവായിട്ട് പറയുന്നവർ പോലും, ഇപ്പോൾ ഹെമിംഗ്വേ, യു ക്യാൻ കിൽ മീ, യു ക്യാൻ ഡിസ്ട്രോയ് മീ, യു കനോട്ട് ഡിഫീറ്റ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മസിൽ പിടിച്ചൊക്കെ ആൾക്കാർ പറയുന്നില്ലേ. കിഴവനും കടലിലും ഉള്ള ഒരു പ്രമാദമായ ഡയലോഗിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. പക്ഷേ കക്ഷി എന്ത് ചെയ്ത്? കക്ഷി ഡിഫീറ്റായിപ്പോയി, ആത്മഹത്യ ചെയ്ത്. അതല്ലേ ഈ ഇതിൻ്റെ ന്യായ സാഹിത്യത്തെ കുറച്ച് പറയുകയല്ല, ഇവർ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിക്കാൻ സഹായകരമല്ലാത്ത പ്രതിലോമ സിറ്റുവേഷൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ബൈബിൾ അങ്ങനെയല്ല. ബൈബിൾ എല്ലാ കാലങ്ങളെയും നല്ലതായിട്ട് എടുക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കും. അപ്പോൾ എല്ലാ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എന്താണ്? ദൈവത്തെ കണ്ടെത്തി ജീവിക്കുക. പല അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് ഇന്ന അനുഭവം മോശമാണ്. ഇപ്പോൾ വീട്ടിലൊരു ആത്മഹത്യ നടന്ന് അതൊരു അനുഭവം മോശമാണ്. ഈ പ്രാവശ്യം പട്ടിണിയാണ്, ജോലി പോയി, ആ അനുഭവം മോശമാണ്. ജോലിക്ക് പ്രൊമോഷൻ കിട്ടി, ആ അനുഭവം നല്ലതാണ്. അങ്ങനെ അതുപോലെ തന്നെ ശമ്പളത്തിന് പെട്ടെന്നൊരു ഹൈക്ക് കിട്ടി, നല്ലതാണ്. അപ്പം നമ്മൾ ചിലതിനെ നല്ലതും ചില മോശമെന്ന് പറയണമെങ്കിൽ ദൈവം എല്ലാത്തിനെയും നല്ലതെന്നാണ് പറയണത്. എന്താ കാര്യം? ദൈവത്തിന് മുമ്പിൽ എല്ലാം നല്ലതാണ്. ഉൽപ്പത്തി 1:31 താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അപ്പൊ അത് അവിടുന്ന് ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്യേണ്ടത് നടപടി പുസ്തകത്തിന്റെ 17:24 അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ആ കാലത്തിൽ എന്തൊക്കെ ഉണ്ടാവും? സങ്കടത്തിന്റെ കാലം ഉണ്ടാവും. കാലത്ത് എന്തൊക്കെ ഉണ്ട്? സഭാപ്രസംഗം എടുത്തേ. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, ഓപ്പോസിറ്റാണ്. മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, തകർക്കാനൊരു കാലം, പണിതുയർത്താനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു. ഈ കാലമെല്ലാം ആരാണ് സൃഷ്ടിച്ചതാണ്? കരയാനുള്ള കാലവും ചിരിക്കാനുള്ള കാലവും കൊല്ലാനുള്ള കാലവും ജീവിപ്പിക്കാനുള്ള കാലവും ഇതാണ് ആരാണ് സൃഷ്ടിച്ചത്? താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ലതാണെന്ന് ദൈവം കണ്ടു. അപ്പോൾ സൃഷ്ടിയിലും ജീവിതത്തിലും അനുഭവത്തിലും സംഭവിക്കുന്നതെല്ലാം ചിലത് നല്ലതും ചിലത് മോശമില്ല, എല്ലാം നല്ലതാണ്. എപ്പോഴാണ് നല്ലതാകണത്? അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ആശ്രയിക്കുന്നവർക്കാണ്. അതാണ് 17:26 ഈ കാലങ്ങളെല്ലാം ഇതാണ്. അപ്പം ഏത് അനുഭവമായാലും എൻ്റെ ദൈവവേദനെ ദൈവം അതിന് നല്ലതായിട്ട് കാണുന്നു. നിനക്ക് അയച്ചതാണെങ്കിലും ദൈവം അത് നല്ലതായിട്ട് കാണുന്നു. കാരണം അത് നിനക്ക് ദൈവത്തെ കണ്ടെത്താനുള്ള ഉപാധിയായി മാറുമ്പോഴാണ് ദൈവം അനുഭവിക്കുന്ന ആ നന്മ നമുക്കും അനുഭവിക്കാൻ പറ്റുന്നത്. സങ്കീർത്തനം 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു.
അങ്ങനെ വചനങ്ങൾ അഭ്യസിച്ചെന്നാണ്. അപ്പോൾ ദുരിതങ്ങൾ ഉപകാരമായതിൻ്റെ പേരിൽ വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടി ദൈവാനുഭവത്തിനായി ആ ദുരിതങ്ങളെ അവർ സ്റ്റിയറിങ് ചെയ്ത്, അതാണ് സംഭവം. അപ്പോൾ മോശമൊന്നും പറഞ്ഞൊന്നും ഇല്ല എന്നുള്ള ബൈബിളിൻ്റെ ഒരു നിലപാട്. അത് എന്ത് മോശമെന്ന് പറഞ്ഞാലും ദൈവത്തെ അന്വേഷിക്കാനും വചനത്തെ ജീവിക്കാനും വചനത്തിന് സാക്ഷിയാകാനും നമ്മൾ തീരുമാനിച്ചാൽ എല്ലാ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളാകാം. എൻ്റെ പേര് മരിയറ്റ് ബിജു. ഞാൻ ഡൽഹി ഓൾ ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. 2021 അവസാന സമയം, അതായത് ഒരു നവംബർ ഡിസംബറോട് കൂടി എൻ്റെ ലെഫ്റ്റ് ചെവിയുടെ ഈ മിഡിൽ ഭാഗത്തായിട്ട് ഒരു ചെറിയ മുഴ പോലെ വന്നു. പക്ഷേ ആദ്യം എനിക്കതിന് ഒരു വിഷമോ ബുദ്ധിമുട്ടുകളൊന്നും അതുണ്ടായിരുന്നുകൊണ്ട് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഓൾ ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെയും പല ഡോക്ടേഴ്സിനെയും ഞാൻ കാണിച്ചു. പക്ഷേ എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2021 ഡിസംബർ ലാസ്റ്റോടുകൂടി പല്ലിന് പ്രോബ്ലമായിട്ട് ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ഡെൻ്റലിൻ്റെ തന്നെ ഒരു ചീഫ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് സിസ്റ്ററെ പ്രോബ്ലം ഉണ്ട്, നീ FNSC ചെയ്യണം, അത് സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല, അതവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ പുറത്തോട്ട് വിസിബിളായിട്ട് കാണാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ തന്നെ എന്നെ വഴക്ക് പറഞ്ഞു, നിനക്കിവിടെ അതിൻ്റെ സാധ്യതകളും എല്ലാം ഉണ്ട്, പിന്നെ നീ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ലാത്തത് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ആ ചീഫ് ഡോക്ടർ തന്നെ എനിക്ക് അന്നേരം തന്നെ അപ്പോയിൻമെൻറ്റ് തരികയും 2 ദിവസത്തിനുള്ളിൽ ഞാൻ FNSC ചെയ്തു. FNSC ചെയ്തതിന് ശേഷം എനിക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ 2021 ഡിസംബർ 27 എൻ്റെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് വന്നപ്പോഴും ഞാൻ ആദ്യമേ ആ റിപ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുണ്ട് നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്ന്. അപ്പോൾ ഞാൻ ഓർത്തു നോ പ്രോബ്ലം. അപ്പം ഞാൻ ICUവിലാണ്. ഞാൻ 28 വർഷമായിട്ട് ഞാൻ ന്യൂറോ സർജറിയുടെ ICUവിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നൊരു ഡോക്ടർ, ആ ഡോക്ടർ വന്ന് എന്നോട് ചോദിച്ചു, സിസ്റ്ററെ റിസൾട്ട് വന്നിട്ട് എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്നാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ റിപ്പോർട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ റിപ്പോർട്ട് എൻ്റെ ടേബിളിൻ്റെ പുറത്തുണ്ട്, എൻ്റെ റൂമിലുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ റിപ്പോർട്ട് പോയി നോക്കിയിട്ട് ഓടി വന്ന് എന്നെ വട്ടം കെട്ടിപ്പിടിച്ചു, ഒരു കരച്ചിൽ കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്താ സംഭവം, നീ എൻ്റെ റിപ്പോർട്ട് തന്നെയല്ലേ നോക്കിയേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു നീ ശരിക്കും റിപ്പോർട്ട് കണ്ടോ, വായിച്ചു നോക്കിയോ? ഞാൻ പറഞ്ഞു ആഹാ കണ്ടു, നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ നീ എഴുതിയിരിക്കുന്നൊരു വാചകം ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഫസ്റ്റ് ലൈൻ കണ്ടതോടെ പിന്നെ ഞാൻ ബാക്കിയൊന്നും ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഹസ്ബൻഡിനെ വിളിക്കുക, ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഹസ്ബൻഡിനെ വിളിക്കുക, ഞാൻ ഹസ്ബൻഡുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാരത്ത് തന്നെ ഞങ്ങൾ IC യൂണിഫോമിലാണ്. പെട്ടെന്ന് എന്നെ കൊണ്ട് ഡ്യൂട്ടി റൂമിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ക്യാൻസർ 2nd സ്റ്റേജാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, നീ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ചോദിച്ചു. എനിക്ക് ആ പടി വിഷമമായി. പക്ഷേ ഞാൻ ആ ആദ്യത്തെ ലൈൻ കണ്ട് നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്നുള്ള ആ ലൈൻ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് നോക്കിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർ തന്നെ ENT ഡോക്ടേഴ്സിനായിട്ട് അപ്പോയിൻമെൻ്റ് അല്ല, ഒരു 12 മണി സമയമായി കാണും. അപ്പം നമുക്കറിയാം OPD സമയം എല്ലാം കഴിഞ്ഞു, നമുക്ക് ഡോക്ടറിനെ കാണിക്കാൻ പറ്റത്തില്ല. ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ കൂടെ വരികയും എൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്ത് തന്നെ കൊണ്ടുപോയി അവിടുത്തെ ENTയിലെ ഡോക്ടറിനെ കണ്ട് മെയിൻ ഡോക്ടറിനെ കാണുകയും ആ ഓൺ സ്പോട്ടിൽ ഏകദേശം 1 മണിയാകുന്നതിന് എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് തന്നെ അവർ എന്നെ MRIക്ക് കൊണ്ടുപോയി. MRI 2.5 മണിക്കൂർ MRI ചെയ്ത് കഴിഞ്ഞപ്പോഴും അവർക്ക് വേറൊന്നും അതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം കോൺട്രാസ്റ്റ് തന്നു. കോൺട്രാസ്റ്റ് തന്നിട്ടും MRIക്കകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു അർജൻറ്റ് PET സ്കാൻ ചെയ്യണം. PET സ്കാൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ എയിംസിൻ്റെ മിഷൻ അന്ന് ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ഉടനെ ബാംഗ്ലൂർ നിംഹാൻസിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഇന്നത്തെ ഫ്ലൈറ്റിന് തന്നെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അന്നേരം ആ കൂടെ വന്ന ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റൽ എയിംസിൻ്റെ എംപ്ലോയി അല്ലേ, അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ഇന്നൊരു ദിവസം അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം,
നാളെ നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ഈ ഡ്യൂട്ടി ഡോക്ടർ ആരെയൊക്കെയോ വിളിച്ച് സംസാരിച്ച്, മെഷീൻ്റെ ഓപ്പറേറ്റേഴ്സുകാരെ എല്ലാം വിളിച്ച് സംസാരിച്ച് മെഷീൻ രാത്രി തന്നെ ശരിയാക്കി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹോൾ ബോഡി പെറ്റ് സ്കാൻ ചെയ്തു. അതും നിങ്ങൾക്കറിയാം, ഹോൾ ബോഡി പെറ്റ് സ്കാനൊന്നും ഒരിക്കലും നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഒരിക്കലും ഒരു 7-8 മാസത്തെ ഗ്യാപ്പ് ഇട്ടാൽ പോലും നമുക്ക് ഡേറ്റ് കിട്ടത്തില്ല. മാതാവിൻ്റെ ശരിക്കുള്ള കരുതലാണ് അതിനകത്ത് നടന്നത്. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോൾസ് ബോഡി പെറ്റ് സ്കാനിൽ അത് 2 പ്രാവശ്യമായിട്ടാണ് എൻ്റെ ചെയ്തത്, ഹാഫ് ബോഡി വെച്ച്. അതിനകത്തും അവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ FNACയുടെ റിപ്പോർട്ട് കാർസിനോമ 2nd സ്റ്റേജ് ആയതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമ്മൾക്ക് കീമോതെറാപ്പിയും റേഡിയേഷനും സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് പതുക്കെ സർജറിയിലോട്ട് പോകാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ്, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എന്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ തീരുമാനം അതുപോലെ തന്നെ ആയിരിക്കട്ടെ, കീമോ എങ്കിൽ കീമോ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മക്കളും ഹസ്ബൻഡ് പറഞ്ഞില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരിക്കലും ഒരു കുഴപ്പവും വരുത്തത്തില്ല, ദൈവത്തിൻ്റെ തീരുമാനമല്ലേ, ഒന്നും വരുത്തത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനയുടെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ പെറ്റ് സ്കാൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തു. ആ റിപ്പോർട്ട് പക്ഷേ പോസിറ്റീവ് വന്നു. എങ്ങനെ വന്നോന്നൊന്നും അറിയത്തില്ല. റിസൾട്ട് അതിനകത്തും സിസ്റ്റുണ്ട് എന്ന്, തൊണ്ണയിലും ഒരു സിസ്റ്റുണ്ട് എന്ന് അങ്ങനെ വന്നു. അപ്പം വീണ്ടും വിഷമമായി. ആ അൾട്രാസൗണ്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കോവിഡ് പോസിറ്റീവായി. ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ടുള്ള വിഷമങ്ങളായിരുന്നു. ഞാൻ കോവിഡ് പോസിറ്റീവായി അന്ന് തന്നെ എൻ്റെ പിറ്റേ ദിവസം ഹസ്ബൻഡിന് പോസിറ്റീവായി. അപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, എന്തായാലും ഇത്ര ആയില്ലേ, നമുക്കൊരാഴ്ച വെയിറ്റ് ചെയ്യാം, ബോഡി വീക്കാണ്, നിൻ്റെ വളരെ ബോഡി വീക്കാണ്, അതുകൊണ്ട് സർജറിക്ക് ഒരു ശകലം സമയം എടുക്കട്ടെ, ഒരാഴ്ച വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങനെ കോവിഡ് പോസിറ്റീവ് കഴിഞ്ഞ് ഞാൻ എൻ്റെ നെഗറ്റീവ് റിപ്പോർട്ട് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലുകളെല്ലാം കോവിഡ് കൊണ്ട് പേഷ്യൻറ്റിനെ കൊണ്ട് നിറഞ്ഞു. OTകളെല്ലാം, ഓപ്പറേഷൻ തിയേറ്ററുകളെല്ലാം ബ്ലോക്ക് ചെയ്തു. സർജറി ഒന്നും ഇപ്പം തൽക്കാലം ചെയ്യണ്ടെന്നുള്ളൊരു തീരുമാനമായി അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്തു നിന്നും. അങ്ങനെ വന്നു. ജനുവരി ഒരു 23-24 ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരും ചോദിക്കുന്നു ക്യാൻസറാണല്ലേ. അപ്പം നമുക്ക് ഓൺ ഡ്യൂട്ടി പോയിരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഒരു സഹതാപത്തോടെയുള്ളൊരു നോട്ടവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരാകെപ്പാടെ ഒരു വിഷമമാണ്. അങ്ങനെ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ എനിക്ക് കൃപാസനത്തിൻ്റെ പേപ്പർ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, മാതാവിൻ്റെ ഒരു രൂപം തന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ കൃപാസനത്തിൻ്റെ ഈ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു നോക്ക്, അതിനുശേഷം യൂട്യൂബിലെ ജോസഫച്ചൻ്റെ ധ്യാനങ്ങളുണ്ട്, അതും കേൾക്കണം, സാക്ഷ്യങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് അത് കേട്ടുകൊണ്ടിരുന്നു. ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലായിരുന്നു, കേട്ടുകൊണ്ടിരുന്നു. എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നീ രാവിലെ OPDയുടെ അവിടെ കൗണ്ടറിൽ വരണം, ഞാൻ അവിടെ ഉണ്ടായിരിക്കും, എല്ലാ റിപ്പോർട്ടുകളും എടുത്തുകൊണ്ട് നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തെയും കൂടെ ഡോക്ടറെ കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിന്നെ നാളത്തെ ജനുവരി 27-ാം തീയതി സർജറിക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ തിയേറ്ററെല്ലാം ബ്ലോക്കല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ജനുവരി 26 പബ്ലിക് ഹോളിഡേ അല്ലേ, അന്ന് തിയേറ്റർ ഫ്യൂമിഗേറ്റ് ചെയ്യാം, ഫ്യൂമിഗേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കേസ് നിൻ്റെ വെക്കാം, അങ്ങനെ സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പം കുഴപ്പമില്ല, വില്ലിങ്ങായി. അങ്ങനെ ജനുവരി 20 അതിൻ്റെ മുമ്പ് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചും എന്നോടും അവരൊത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ക്യാൻസറാണ്, 2nd സ്റ്റേജാണ്, കീമോയും റേഡിയേഷനും നമ്മൾക്ക് എടുക്കാൻ കിട്ടിയില്ല കോവിഡ് കാരണം, അതുകൊണ്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. ചെവിക്കകത്തുനിന്ന് കണ്ടിന്യൂസ് CSF ലീക്കേജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂമർ ഇനി കണ്ണിൻ്റെ ഏത് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ചിലപ്പോൾ കണ്ണിൻ്റെ ഒരു കാഴ്ചശേഷി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ മാതാവിൻ്റെ രൂപവും കൊന്തയും കൈപിടിച്ച് ഞങ്ങൾ മുറുക്കെ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വിശ്വാസം കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ജനറൽ അനസ്തീഷ്യ തരണം, ഇത് ഇടയ്ക്ക് വലിയ സർജറി ആയിട്ട് ചിലപ്പം മാറേണ്ടി വരും, ജനറൽ അനസ്തീഷ്യ തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനോർത്ത് മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളെ തന്നെ ഇട്ടിട്ട് ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടക്കണം, കാരണം ജനറൽ അനസ്തീഷ്യ ഒക്കെ തന്നെ നമുക്കറിയാം റിക്കവറി ആകാനായിട്ട് സമയങ്ങളെടുക്കും, യൂറിൻ്റെ ട്യൂബുണ്ട്. അങ്ങനെ
വളരെയധികം പ്രോബ്ലംസ് ഉണ്ട്, എന്ത് ചെയ്യണം, എനിക്കൊരു വഴിയില്ലായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് മാതാവിനെ മുറുകെ പിടിച്ച് ഞങ്ങൾ ജനുവരി 27 രാവിലെ 7 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. 8 മണിക്കായപ്പോൾ സർജറിക്ക് എന്നെ കയറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു, ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ അവിടെ സർജറിക്ക് കയറി കഴിഞ്ഞപ്പം സീനിയർ ഡോക്ടർ തന്നെയാണ് സർജറി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കവർ ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു, അല്പം പെയിൻ സഹിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനൊന്ന് ലോക്കലിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഈ നമ്മുടെ ഈ കറക്റ്റ് പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എന്നെ മൊബൈലിലെടുത്ത് കാണിച്ചു. ഏത് സൈറ്റിട്ടാണ് ചെയ്യേണ്ടത്, സിക്സാഗ് ചെയ്യണോ സ്ട്രെയിറ്റ് ചെയ്യണോ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടറിന് ഇഷ്ടം പോലെ ചെയ്തു. അപ്പോൾ കൺസൾട്ടൻ്റ് തന്നെ പറഞ്ഞു, ഒരു പെൺകുട്ടിയല്ലേ, ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതല്ലേ, വെർട്ടിക്കൽ ചെയ്യുക, അപ്പം കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സർജറി അപ്പം ലോക്കലി ചെയ്യട്ടെ എന്നുള്ള വിശ്വാസം ചെയ്തോളാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനെ ഇങ്ങനെ കയ്യിലിങ്ങനെ മുറുക്കെ കൊന്ത നമുക്ക് കയറ്റാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ കൊന്തയും ചെല്ലി ഇങ്ങനെ ഓപ്പറേഷൻ്റെ ടേബിളിൽ കിടക്കുകയാണ്. സർജറി ചെയ്ത് തീരാറ് ഏകദേശം 5 മണിക്കൂറത്തെ സർജറി ആയിരുന്നു, ലോക്കലിൽ തന്നെ ചെയ്തപ്പം. അതിനൊപ്പം തന്നെ അവർ ജനറൽ അനസ്തീഷ്യയുടെ എല്ലാ സാധനങ്ങളും ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ അനസ്തീഷ്യ കൊടുക്കണം, ഈ ലോക്കലിൽ നിന്ന് ഉടനായിട്ട് തന്നെ ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിചാരത്തിൽ. എന്തായാലും 5 മണിക്കൂറത്തെ സർജറി ആയിരുന്നു, കുഴപ്പമില്ലാതെ ലോക്കലിൽ തന്നെ സർജറി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ എല്ലാ MRIയും പെറ്റ് സ്കാനും നെഗറ്റീവ് വന്നപ്പം ഡോക്ടറിന് ഒരു ഡൗട്ട് തോന്നി. ഈ FNAC ചെയ്ത സാമ്പിളിനകത്തുനിന്ന് അവർ 3 മാസം നമ്മൾ ഹോസ്പിറ്റലിൽ ഈ സാമ്പിൾ വെക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് അവർ വൈറൽ ക്യാൻസർ ട്യൂമർ മാർക്കർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന് വിട്ടപ്പം ആ ടെസ്റ്റും പോസിറ്റീവാണ് വന്നത്. ക്യാൻസർ അല്ല, ട്യൂമറാണെന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തന്നെ ഇനി ട്യൂമറാണെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാൻ ഓപ്പറേഷന് പോയതും. സർജറി കഴിഞ്ഞു. ഒരു 8 മണിക്ക് കയറ്റി എന്നെ ഒരു 12 മണിയായപ്പം ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു ICUന്ന്. അതിനുശേഷം ഇന്ന് അഡ്മിറ്റ് ആകണം ഇന്ന് എന്തായാലും കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് അന്നേരം എനിക്ക് ബോധം വന്നപ്പം ഞാനൊരു നോർമലായ സമയം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഉള്ളു വീട്ടിൽ, എന്ത് ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു 2 മണിയായപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് പറഞ്ഞു, സിസ്റ്റർ ഇതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുക. ഹസ്ബൻഡിനോട് പറഞ്ഞു അവളെയും കൊണ്ട് വീട്ടിൽ പോകുക, കംഫോർട്ട് പൊസിഷനിലിട്ട് കാറെ കിടത്തി വീട്ടിൽ കൊണ്ടുപോകുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ ഓൺ സ്പോട്ടിൽ എന്നെ വിളിക്കുക, ഞാൻ ഹോസ്പിറ്റലിൽ വന്നോളാം, എൻ്റെ റൂം നമ്പർ ഇതാണ്, നീ അവിടെ വന്നാൽ മതി, OPD കാഷ്വാലിറ്റിയിലൊന്നും വരണ്ട എന്നും പറഞ്ഞ് അതേ മാതാവിൻ്റെ അനുഗ്രഹം. ഞങ്ങൾ അന്ന് തന്നെ ഒരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. വീണ്ടും ഇത് ക്യാൻസർ ആണെന്നുള്ളൊരു വിചാരത്തിൽ ഞങ്ങളിരുന്നു. പിന്നെ നമുക്ക് ഈ സൈഡ് മുഴുവൻ 15 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, വാ പൊളിക്കാൻ പറ്റത്തില്ല, ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു. OPD പോയി. OPD ചെന്നപ്പം റിപ്പോർട്ട് വന്നിരിക്കുന്നു, ക്യാൻസറും അല്ല ട്യൂമറും അല്ല, ഒരു ചെറിയൊരു മുഴയായിരുന്നു. അതായത് പലർക്കും അറിയത്തില്ലാത്തൊരു ഇതാണ്, നമ്മുടെ ശരീരത്തിലെ ചെവിയുടെ ഈ ഭാഗത്ത് വരുന്ന തലമുടികൾ അത് അകത്തോട്ട് വളരെ ചുരുക്കം ചിലരിലേ അങ്ങനെ കാണാറുള്ളൂ. ആ 2 തലമുടികൾ അകത്തോട്ട് വളഞ്ഞ് കോയിലായി 2 തലമുടികൾ ഇങ്ങനെ ചുറ്റിക്കിടന്ന് അതാണ് ഈ ഗ്രോത്തായിട്ട് പുറത്തോട്ട് വന്നത്. എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നത് അങ്ങനെയാണ്, പാപ്പുലറി മെട്രിക്കുലോമ എന്നാണ്. ഒരു ക്യാൻസറോ ട്യൂമറോ ഒന്നുമല്ലായിരുന്നു. 4.2 സെൻറ്റിമീറ്റർ നീളത്തിലായിരുന്നു, അത്രയും വലിയൊരു മുഴയായിരുന്നു അത്. പക്ഷെ പുറത്തോട്ട് അത്രയും കാണത്തില്ലായിരുന്നു. എങ്കിലും അത് എല്ലാ ഡോക്ടേഴ്സും ക്യാൻസർ ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ റിപ്പോർട്ട് വന്നപ്പം ചെറിയ 2 മാതാവ് അതൊരു 2 തലമുടികളുടെ രൂപത്തിൽ അത് മാറ്റി എനിക്ക് തന്നു. അമ്മയ്ക്കും മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദികൾ ഞങ്ങൾ പറയുന്നു. അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്
ഞാൻ മാതാവിനോട് മുട്ടിപ്പാട് അന്ന് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഈ റിപ്പോർട്ട് എനിക്ക് നെഗറ്റീവ് തരുവാണെങ്കിൽ ഞാൻ റിക്കവറി ആയി ഉടനെ തന്നെ ഞാനും എൻ്റെ കുടുംബവും കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജൂണിൽ ഫാമിലിയായിട്ട് ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം എനിക്ക് എൻ്റെ മൂത്ത മോൾക്ക് ഡിഗ്രി കഴിഞ്ഞു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവൾ പാസ് ഔട്ടായത്. അതിനുശേഷം അവൾക്ക് പുറത്ത് പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ അവൾക്ക് ഒന്നും പുറത്ത് പോകാനൊന്നും ശരിയായില്ല. അപ്പോൾ ഹസ്ബൻഡ് ഒന്നും സാരമില്ല, പൂനെ ക്രൈസ്റ്റിൽ അഡ്മിഷൻ എടുത്തു.